ഹായ് ഹലോ നമസ്തേ. കഫ്രീസിന്റെ ഒക്കെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് തലപതി 69 പുതിയൊരു പോസ്റ്റർ റിയാക്ഷനുമായിട്ടാണ്. അപ്പൊ പോസ്റ്ററിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ ആ റിയാക്ഷൻ അതെ നോക്കാം. ഇപ്പൊ പോസ്റ്റർ വന്നിട്ടുണ്ട്. 11 മണിക്കാണ് വന്നത്. നോക്കാം. ഇപ്പൊ പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തിനാണ് ഇത്? ജനനായകൻ എന്നാണ് പോസ്റ്ററിന് ടൈറ്റിൽ വെച്ചേക്കണത്. ഇതുപോലെ കാണിച്ചിട്ടുണ്ട്, മുൻകൂട്ടി കണ്ട് ചെയ്തേക്കണയാണ്. അതുപോലെ പുള്ളി ഒരു സെൽഫി എടുക്കണം, നമ്മളെ ഫാൻസിന് സെൽഫി കൊടുക്കും പോലെ കുറെ രാഷ്ട്രീയം ഇത് വെച്ചുകൊണ്ടുള്ള ഓ അല്ല ഇപ്പൊ മറ്റേ പിന്നെ ജനനായകൻ അത് തന്നെ പഴയ എന്തൊരു പേരുണ്ടല്ല, എണ്ണി തുടങ്ങുന്ന എന്തൊരു പേരാണ്. അതുപോലെ ഇവിടെ നമ്മളെ കഴക്കൂട്ടം ഗ്രീൻഫീൽഡിലും എടുത്തിട്ടുണ്ട് ഇങ്ങനെ. അതൊരു മുതലായിരുന്നു. അത് മറ്റേ തീ സാധനമായിരുന്നു, മറ്റേ ഇല്ല വീഡിയോയിലൊക്കെ കണ്ടില്ല ഇങ്ങനെ. അതുപോലത്തെ ഒരു വിനോദിന്റെ വേറെ അങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ടോ വിജയ്? ആയിട്ടില്ലല്ലോ, ആദ്യമായിട്ട്. ഞാനും സാറ്റിസ്ഫൈഡ് അല്ല ഗൈസ്. ഇത് നമ്മളൊരു പടം പുള്ളി തന്നെ അവസാനത്തെ പടമാണ്, നമുക്ക് ഉറപ്പില്ല. അപ്പൊ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അത്രയും നമ്മള് പുള്ളിരുന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പുള്ളിക്ക് അത് ചെയ്യാനും പറ്റും. അപ്പൊ വേറൊരു രീതിയിലോട്ട് അത് കൺവേർട്ട് ചെയ്യണതിനെ പറ്റി നമുക്ക് പേഴ്സണലി അതിനോട് നായകനില് കുറെ ആൾക്കാർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈറ്റിൽ അത് തന്നെ. പൊളിറ്റിക്സ് എൻട്രി മുൻകൂട്ടി കണ്ടെടുത്തേക്കുന്ന സിനിമയാണ്. അപ്പൊ ഒരു വിജയപടം ഇറങ്ങുമ്പോൾ ഒരു ആഘോഷമാണ്, എല്ലാവർക്കും അറിയാല്ല. ശരിയാണ്, ഇതിനകത്ത് ആഘോഷം കാണും. ഇന്നും കൂടെ ആഘോഷിക്കാൻ പറ്റൂ. കണ്ടിറങ്ങുമ്പം അവസാനത്തെ സിനിമ വിജയുടെ ഓർക്കാൻ പോലും വയ്യ ഗൈസ് ഓരോ കാര്യം. പക്ഷെ എന്നാലും ഇത് നമുക്ക് സിനിമയായിട്ട് തന്നെ വരണമായിരുന്നു. അതായിരുന്നു അതിന്റെ ഒരു ശരി. സിനിമയിൽ കൂടി വോട്ട് പിടിക്കണത് ശരിയല്ല. അതിപ്പോ മെർസലോട്ട് സർക്കാരായാലും എല്ലാത്തിലും പൊളിറ്റിക്സിന്റെ ടച്ച്. അതുപോലെ തന്നെ മറ്റേ സർക്കാരിന്റെ ഈ ടൈമിലേക്കാണ് പുള്ളി അവിടെ ഇവിടെയും തൊടാതെ ആദ്യമായിട്ട് പറഞ്ഞത്. ഉണ്മയില് മറ്റേ രാഷ്ട്രീയത്തിലേക്ക് വന്നാല് സിനിമയായി പാറങ്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാ വിജയ് ഫാൻസും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വിജയ് ഫാൻസുകാരെ കമന്റ് ചെയ്യണം, നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാകും. നമുക്ക് പേഴ്സണലി നമ്മളെല്ലാ വിജയ് ഫാനാണ്, പക്ഷെ നമുക്ക് പേഴ്സണലി ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ക്ലൈമാക്സിലെ കൊടുക്കുവാണല്ലോ അവിടെ നിന്ന് നേരെ ഒരു ശബ്ദം കളയിലല്ല. അത് മറ്റല്ല അതില്ല അടാ, അതിന്റെ മാസ്റ്ററില്ല ഇടിവള. പെർമനന്റ് ആക്കി അങ്ങേരെ കൊണ്ട് ഓൾറെഡി. പിന്നെ വാച്ച് ഔട്ട്ഫിറ്റ് നോക്കാം നമുക്ക് വിജയ. ഗായ്സ് പോസ്റ്റർ പോയി, ഇനിയിപ്പോ ഔട്ട്ഫിറ്റ് എങ്കിലും നോക്കി. വാച്ച് ഒരു നമ്മള് പ്രതീക്ഷിച്ചതൊന്നുമല്ല, പോസ്റ്റർ മോശമൊന്നുമല്ല, പക്ഷെ സബ്ജക്റ്റ് ആണ് മോശം. പോസ്റ്റർ ക്വാളിറ്റി എല്ലാം കൊള്ളാം, പക്ഷെ ആവള പ്രതീക്ഷ അഞ്ചിന്റെ മ്യൂസിക്, അതിന് മാത്രമേ പ്രതീക്ഷ. അഞ്ചത്ത് മ്യൂസിക് ആണ്. ആയിക്കോട്ടെ, അഞ്ചത്തിന്റെ മ്യൂസിക്കില് വിജയ് വന്നു കഴിഞ്ഞാൽ അതൊരു പവർ ആയിരിക്കും സ്ക്രീൻ. അതൊരിതാണ്. അപ്പൊ ഫാൻസിന് നമുക്ക് ഉള്ളതുണ്ടാവും. പിന്നെ നമുക്ക് രണ്ടെണ്ണമൊക്കെ വന്നിട്ടുള്ളൂ. ലിയോയില് മാസ്റ്റർ അടിപൊളിയല്ലേ, രണ്ടും അടിപൊളിയായിരുന്നു. അനിരുദ്ധിന്റെ മ്യൂസിക്കില് മറ്റേ അത് വന്നിട്ടുണ്ട്. കത്തിയാണ് ഫസ്റ്റ് ഇത് മറ്റേ ബാക്കിലോട്ട് നോട്ടം ബട്ടൺസ് ഒക്കെ പൊട്ടിച്ചിട്ട്. അപ്പൊ എന്തായാലും അപ്പൊ ഈ ഒരു പോസ്റ്ററിൽ 5 എത്ര സ്റ്റാർ കൊടുക്കും? പോസ്റ്ററിന് കൊടുക്കുകയാണെങ്കിൽ 5-ന് 4 കൊടുക്കാം. നല്ല പോസ്റ്റർ പോസ്റ്റർ അല്ല, ക്വാളിറ്റി ഉണ്ട് ഗൈസ്. പക്ഷെ ലുക്ക് വൈസ് 5-ന് ഞാനൊരു 4 സ്റ്റാർ കൊടുക്കും. ലുക്ക് വൈസ് അത് പുള്ളി എപ്പോഴും ആ ലുക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല പുതിയ ഇതായിട്ട് ലുക്ക് വൈസ് നമുക്ക് നല്ല ഇഷ്ടപ്പെടും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളാണ് വിഷയം. ഗായ്സ് ഇതിലൊരു കാര്യം പറയാന്ന് പറഞ്ഞാൽ വെള്ളം ഇട്ടതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 3 പേരുണ്ട്. അതാണ് അതിൻ്റെ ഒരു വേറൊരു സത്യം.
ഓ ഗൈസ് നമ്മൾ ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. നിങ്ങളോട് പറയാത്ത നമുക്ക് അറിയായിരുന്നു. ഒരു സസ്പെൻസ് ആയിട്ട് ചെയ്യുകയാണ്. സിനിമ വരുമ്പോ കാണാം. അപ്പൊ എല്ലാവർക്കും അപ്പൊ പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നത് വരെ അൻഡിൽ ദെൻ